കേരളത്തിലെ വോട്ടർമാർ ഈ ഗവൺമെന്റ് മാറി ഐക്യജനാധിപത്യമുള്ള അധികാരത്തിൽ വരണമെന്നുള്ള ഒരു വോട്ടിംഗ് പാറ്റേൺ നമ്മൾ കാണുമ്പോൾ ഈ ഗവൺമെന്റിനെതിരായുള്ള ഒരു വിധേയത്താണ് ഈ സംസ്ഥാനത്തും ജില്ലക്കകത്തും വന്നിട്ടുള്ളത്. അതിൽ പ്രധാനമായി വയനാട് ജില്ലയിലെ 3 സീറ്റും ഐക്യജനാധിപത്യ മുന്നണി ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. UDFന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ട മാനന്തവാടി സീറ്റ് വിജയൻ നല്ല ഭൂരിപക്ഷത്തോടുകൂടി വിജയിക്കുന്ന സാഹചര്യമാണ് മാനന്തവാടിയിൽ നമ്മൾ കണ്ടത്. മാനന്തവാടിയിലെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായാലും അവിടുത്തെ എല്ലാ വർക്കിലും വിജയന്റെ മേൽക്കോയ്മ കിട്ടുന്ന രാഷ്ട്രീയ സാഹചര്യമാണ്. ഈ ഗവൺമെന്റിലെ ഒരു മന്ത്രി എന്നുള്ള നിലക്ക് വയനാടിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതിൽ അദ്ദേഹം ഒരു താല്പര്യവും കാണിച്ചില്ല എന്ന് മാത്രമല്ല, വയനാട്ടിലെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടാൻ ഒരു മന്ത്രി ക്യാബിനറ്റിൽ ഉണ്ടായിട്ട് പോലും അതിന് നേതൃത്വം കൊടുക്കാൻ അവിടുത്തെ മന്ത്രിയായി മത്സരിച്ച കേരള മിനിസ്റ്റർക്ക് സാധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് മാനന്തവാടിയിൽ UDF അനുകൂലമായ സാഹചര്യമാണ്. ബത്തേരിയിൽ എന്തൊക്കെ നുണപ്രചരണങ്ങൾ നടത്തിയാലും അതിനൊക്കെ അതിജീവിച്ചുകൊണ്ട് IC ബാലകൃഷ്ണന്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി ബത്തേരി UDF ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം നിലനിൽക്കുക. കൽപ്പറ്റയെ സംബന്ധിച്ചിടത്തോളം ഒരു ജനകീയ MLA എന്നുള്ള നിലക്ക് 5 വർഷക്കാലം അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചു. അദ്ദേഹം മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടായപ്പോൾ അവിടുത്തെ ജനങ്ങളുടെ കൂടെ പ്രവർത്തിച്ചു. പക്ഷെ ടൗൺഷിപ്പ് വന്നപ്പോൾ അതിന്റെ ഉദ്ഘാടന വേളയിൽ അദ്ദേഹത്തെ കൂക്കുന്ന വിധത്തിലുള്ള CPM നടത്തിയ ഹീനമായ നടപടിയിൽ കൽപ്പറ്റയിലെ ജനങ്ങൾക്ക് വലിയ പ്രതിഷേധമുണ്ട്. മുണ്ടക്കയിലെ ജനങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കൊരു ദുരന്തമുണ്ടായപ്പോൾ, ഒരു പ്രയാസമുണ്ടായപ്പോൾ ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചതാണ് ഇവിടുത്തെ MLA. അദ്ദേഹത്തോട് കാണിച്ച ഈ നെറികേടിന് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ പ്രതികരിക്കും. അദ്ദേഹത്തെ വിജയിപ്പിക്കുന്ന രാഷ്ട്രീയ സാഹചര്യം കൽപ്പറ്റ നിയോജക മണ്ഡലത്തിൽ 5 വർഷക്കാലം അദ്ദേഹം ഒരു MLA എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഒരു പ്രതിപക്ഷ MLA എന്നുള്ള നിലക്ക് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾ അംഗീകരിച്ചു എന്നുള്ളതാണ്. ഓരോ പഞ്ചായത്തിലെ വോട്ടിങ്ങിലെ അവസാന കണക്കുകൾ വരുമ്പോൾ വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ ആദ്യത്തെ തവണ അദ്ദേഹം മത്സരിച്ചപ്പോൾ 5470 വോട്ടിനാണ് അദ്ദേഹം ജയിച്ചതെങ്കിൽ ഈ പ്രാവശ്യം 25,000 വോട്ടിന് ജയിക്കുന്ന രാഷ്ട്രീയ സാഹചര്യമാണ് ഈ നിയോജകമണ്ഡലത്തിലുള്ളത്. അത് ജനങ്ങൾ അംഗീകരിച്ചതാ.